രണ്ടാം വാക്യം. ദാസന്മാരുടെ കണ്ണുകൾ ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്കെന്ന പോലെ, യജമാനന്റെ കൈകളിലേക്ക് എന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കൈയിലേക്കെന്ന പോലെ, സ്വാമിനിയുടെ കൈകളിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തറിയാവോ, അത് ഭയങ്കര ഭയങ്കര നോക്കലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള്, അതായത് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളോ അങ്ങയുടെ കൈകളിലേക്ക് ഞങ്ങൾ നോക്കിയിരിക്കുമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് ചില പട്ടികൾക്കുള്ള പരിപാടിയാണ്. ഇതങ്ങനെയല്ല. നീ കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ കരുണയില്ലാത്തവരായി മരിക്കും. അതുകൊണ്ട് നീ മാത്രമേ കരുണ കാണിക്കാനുള്ളൂ. നിന്റെ കരുണയിൽ എനിക്ക് വിശ്വാസമില്ലല്ലോ, നീ കാണിച്ചില്ല, ആരെയും കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ദാസന്റെ മേൽ കരുണ തോന്നുകയുള്ളൂ. യജമാന്റെ കണ്ണ് കൈകളിലേക്ക് എന്ന പോലെ ഞാൻ നോക്കി നിൽക്കുമെന്ന്. എന്തൊരു വല്ലാത്ത വർത്തമാനമാണത്. പിന്നെ ഏത് യജമാനാണ് ഈ ദാസനെ കാണാതെ പോണത്? അവന് ഇന്റർവെല്ലില്ലല്ലോ. കുറച്ചു കാലം ദൈവത്തെ ആശ്രയിച്ച് കുറെ പള്ളിയിൽ പോക്കും കുർബാനയും കുടുംബസൊക്കെ നടന്ന് പിന്നെ 6 മാസം പിന്നെ പോകത്തില്ല. അതല്ലേ ആൾക്കാര്. ഇതങ്ങനെയല്ല. അങ്ങനെ ദൈവത്തോട് നമുക്കൊരു റിലേഷൻ പറ്റത്തില്ല. പല ആൾക്കാർക്ക് അബദ്ധം പറ്റുന്നത് ഇങ്ങനെ. 90% ആൾക്കാരും പണിമേടിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവത്തെ അറിയാം, ഓടെടുത്തമ്മ ആളറിയാവുന്ന അപ്പം പറയും. ഇവൻ ഈ ഇളക്കം ദൈവികമായ ഇളക്കം തുടങ്ങുമ്പോൾ തന്നെ പറയും, ഇവന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇട്ടും പോവും, പിന്നെ ഒരു അടുത്ത 2-3 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ ഈ ഇന്റർവെല്ല് വെച്ചാണ് ആൾക്കാർ ദൈവമായിട്ട് ഇടപെടുന്നത്. ദാറ്റ് ഈസ് റോങ് ആൻഡ് നോൺസെൻസ്. ഇവിടെ എന്താ പറയണത്? സത്യസന്ധമായ ദൈവത്തിന്റെ ദാസനാണെങ്കിൽ എന്ത് ചെയ്യും? യജമാന് കരുണ തോന്നുകയുള്ളൂ. യജമാന്റെ കൈ എന്നാണ് ഒഴിയേണ്ടത് എനിക്ക് അനുഗ്രഹം തരാൻ, അന്ന് വരെ ഞാൻ യജമാനൻ തന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് തരാതെ ഞാൻ പട്ടിണി കിടക്കും. അല്ലാതെ വല്ലയിടത്തും പോയി നോക്കത്തില്ല. വേറെ ഒരു ദൈവമോ വേറെ ഒരു ശക്തിയോ മാനുഷികമായ ബുദ്ധിയോ മറ്റുള്ള പറയണ കേട്ടോ ഞാൻ ചാടത്തില്ല. എൻ്റെ കർത്താവിന് മുമ്പിൽ വെച്ച വിഷയമാണെങ്കിൽ ദൈവിക തീരുമാനം ഉണ്ടാകും. അതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത്. നല്ല ആസ്തി വിശ്വസ്തത ഉണ്ടാകാൻ, കർത്താവിനെ ഇതിനെ ഉറച്ചു നിൽക്കാൻ ദൈവം ഈ ദിവസം നിന്നെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.